ഹായ് ഹലോ ദിസ് ഇസ് സജേഷ് അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ജെഇ മെയിൻസിൻ്റെ 2025 ഏപ്രിൽ 2 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മോർണിംഗ് ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. മോർണിംഗ് ഷിഫ്റ്റിലെ 25 ക്വസ്റ്റ്യൻസും മനസ്സിലായി, ക്വസ്റ്റ്യൻ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ലെറ്റ് us മൂവ് ഓൺ ടു ദി സെക്കൻഡ് ഷിഫ്റ്റ് ഓഫ് ദി ജെഇ മെയിൻസ് എക്സാമിനേഷൻ കെമിസ്ട്രി പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറുവാണേ. സെക്ഷൻ എ ആണ്, സ്ട്രേറ്റ് ഒബ്ജക്റ്റീവ് ആണ്. വെൻ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സൾഫാനിലിക് ആസിഡ് and 1 naphthyl amine is treated with nitrous acid at 273 Kelvin and acidified with acetic acid, the mass of 0.1 mole of product formed is എന്നാണ് ചോദ്യം. ഇതിൽ നിങ്ങൾക്കറിയാം ഈ ടെസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള പേരാണ് ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ് അല്ലേ? ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ് കേട്ടിട്ടില്ല സാർ എന്ന് പറയരുത്, കാരണം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തത് അല്ലേ. ഇത് ആരുടെ കൺഫർമേഷനാണ്? ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ് ഈസ് ദി കൺഫർമേഷൻ ഓഫ് നൈട്രേറ്റ് അയോൺ അല്ലേ, നൈട്രൈറ്റ് അയോൺ NO2 മൈനസ് അയോണിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓർമ്മയുണ്ടോ? ഏതാ? സൾഫാനിലിക് ആസിഡ് ഏതായിരുന്നു? ബെൻസീൻ റിങ് SO3H ആണല്ലോ. പിന്നെ ഇവിടെയോ അസോ ഡൈ ഫോർമേഷൻ ആണല്ലോ. ഏതാ? 1 naphthyl amine എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ബെൻസീൻ റിങ് വരും, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ് വരും, ഇവിടെ വീണ്ടും ഒരു ബെൻസീൻ റിങ് വരും. ഇതാണ് നമ്മളുടെ 1 naphthyl amine. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ 0.1 മോളിൻ്റെ മാസ് എന്നാണെന്നാണ് ചോദ്യം. അതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നലെയും ചെയ്തത് അല്ലേ? ഒരു ആൻറ്റി വൈറൽ ഡ്രഗിൻ്റെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം ഇയാളുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. അതിന് കാർബൺ, ഇവിടെ 6 കാർബൺ ഉണ്ട്. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. സോ കാർബൺ 16 എണ്ണം. ഹൈഡ്രജൻ്റെ എണ്ണം ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഹൈഡ്രജൻ്റെ എണ്ണം 13. ദെൻ നൈട്രജൻ 1, 2, 3. നൈട്രജൻ്റെ എണ്ണം 3 N3 ആണ്. പിന്നെ ഓക്സിജൻ ആകെ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം, ഒരു ഫങ്ഷൻ ലൂപ്പിലേ ഉള്ളൂ, അത് മൊത്തം 3 എണ്ണം ഉണ്ട്. സോ ഓക്സിജൻ്റെ എണ്ണം 3. ഇനി ഇതിനകത്ത് ഉള്ള എലമെൻ്റ് ഏതാ? സൾഫർ. ഒരു സൾഫർ ഉണ്ട്. സോ സൾഫറിൻ്റെ എണ്ണം 1. അപ്പോൾ ഇതായിരിക്കും അല്ലേ? ദൈവമേ തെറ്റിപ്പോരുത്. ഇനി നമുക്ക് ചെയ്ത് നോക്കാവേ. അപ്പോൾ C16 ആണല്ലോ. സോ 16 × 12 എന്ന് പറയുമ്പം 2 റിമൈൻഡർ 1, 3 വരും, 6 1 വരും. സോ ദിസ് ഇസ് 192 പ്ലസ് നമ്മൾ 13 ചെയ്യുമ്പം ഇവിടെ 5 0 205. നൈട്രജൻ്റെ 14 ആണ്. ആൻഡ് 14 × 3 ചെയ്യുമ്പം 2 റിമൈൻഡർ 1 ആൻഡ് ദിസ് ഇസ് 42. സോ 42 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 742 247 വരും. പിന്നെ ഓക്സിജൻ്റെ 16 ആണ്. 16 × 3 എന്ന് പറയുമ്പോൾ 48 ആണ്. സോ 247 പ്ലസ് 48 എന്ന് പറയുമ്പോൾ 295 വരും. പിന്നെ നമുക്ക് സൾഫറിൻ്റെ 32 കൂടെ ആഡ് ചെയ്യുമ്പം 7 ആൻഡ് ദിസ് ഇസ് 2 റിമൈൻഡർ 1 ആൻഡ് 327 കിട്ടും. അപ്പോൾ മോളാർ മാസ് 327 കിട്ടി. ഇനി പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ് 0.1, മാസ് അറിയില്ല, മോളാർ മാസ് 327. ദെർഫോർ വെയിറ്റ് ഇസ് ഈക്വൽ ടു 32.7 ഗ്രാം എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 33 ഗ്രാം എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ 3 33 ഗ്രാം. ഓക്കെ, അപ്പോൾ ഭയങ്കര നല്ല ക്വസ്റ്റൻ അല്ലേ? പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ട് അവർ ആ പ്രൊഡക്റ്റിൻ്റെ 0.1 മോളാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പേര് ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ്. 52. The d orbital electronic configuration of the complex among the 4 has the highest CFST. നിങ്ങൾക്കറിയാം CFST ഏറ്റവും ഹയസ്റ്റ് വരുന്നത് സ്ട്രോങ് ലിഗാൻഡുകളുടെ കേസിലാണ് അല്ലേ? സ്ട്രോങ് ലിഗാൻഡ് വരുന്ന കേസിലാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഉള്ളതിൽ വാട്ടർ ആൻഡ് ഫ്ലൂറിൻ, വാട്ടർ ഇവരെല്ലാം വീക്ക് ലിഗാൻഡാണ്. ആൻഡ് എത്തിലീൻ ഡയമീൻ ഈസ് ആക്ച്വലി എ സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ ഇതിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ CO3+ ആണ്, ബിക്കോസ് En എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലിഗാൻഡാണ്. കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 ആണ്. കോൺഫിഗറേഷൻ ഈസ് 4s2 3d7. ആൻഡ് കൊബാൾട്ട് 3+ വരുന്ന സമയത്ത് 4s നിന്ന് 2 എണ്ണവും പോവും, 3dയിൽ നിന്ന് 1 എണ്ണവും പോയിട്ട് 3d6 കിട്ടും. ആൻഡ് യു നോ ദിസ് ഇസ് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് T2G EG എന്ന് വരും. സോ T2G ട്രിപ്പിളി ഡീജനറേറ്റും EG ഡബിളി ഡീജനറേറ്റും ആണ്. ആൻഡ് യു നോ ദി ലിഗാൻഡ് ഈസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അതുകൊണ്ട് 1 2
3, 4, 5, 6. So the configuration will be T2G6CG0 option 1. Question 53. Given below are two statements. Statement 1, neopentane forms only one monosubstituted derivative. കറക്റ്റ് ആണ്. കാരണം ഇത് എ ടൈപ്പ് കാർബൺ ആണെങ്കിൽ ഇതെല്ലാം എ ടൈപ്പ് കാർബൺ ആണ് ആൻഡ് ദിസ് ഇസ് ബി ടൈപ്പ് കാർബൺ ആണ് ബട്ട് നോ ഹൈഡ്രജൻ അല്ലേ. അവിടെ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. അപ്പോൾ എല്ലാ ടൈപ്പ് കാർബണും ഒന്ന് തന്നെ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നിയോപെൻറ്റെയിൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി നോർമൽ പെൻറ്റെയിൻ. നോർമൽ പെൻറ്റെയിനേക്കാൾ ഹയറാ. ബിക്കോസ് ഓഫ് സിമെട്രിക് നേച്ചർ ദേ വിൽ ഫിറ്റ് ഇൻ ടു ദി ക്രിസ്റ്റൽ ലാറ്റിസ് മോർ ടൈറ്റ്ലി ദാൻ ദി നോർമൽ പെൻറ്റെയിൻ. സോ അതിനെ ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ആണ്. സോ മെൽറ്റിംഗ് പോയിന്റ് ഈസ് റിയലി ഹൈ compared to normal pentane. So the answer is both statements are correct. Option 2. Question number 54. Which among the following molecule is A involved in sp3 hybridization? ഇതിൽ ആരാണ് sp3 hybridization നോക്കാം. അതിനാദ്യം പറഞ്ഞ PF5 സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. വാലൻസ് ഇലക്ട്രോൺ 5. 5-ൽ 5ഉം ഫ്ലൂറിൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 ബോണ്ടുകൾ ഉണ്ടായി. സോ ദാറ്റ്സ് വൈ ദി ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d. സോ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആയതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. XCF4 സെൻട്രൽ ആറ്റം സിനോൺ ആണ്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ്. അതിൽ 4 എണ്ണം ഫ്ലോറിൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും 4 + 2 6 ആണ്. 6 വരുമ്പം ദി ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 ആണ്. അപ്പോൾ ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 5 ബോണ്ട് പെയർ 0 ലോൺ പെയർ. ഇവിടെ 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ. ഇനി SF4 സെൻട്രൽ ആറ്റം സൾഫർ ആണ്. വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. 4 എണ്ണം ഫ്ലോറിൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ഹിയർ 4 + 1 അഗെയിൻ ഈസ് ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp3d തന്നെയാണ്. സോ 2 നമ്മൾ കട്ട് ചെയ്തു. XCF2 സെൻട്രൽ ആറ്റം സെനോൺ ആണ്. വാലൻസ് ഇലക്ട്രോൺ 8. 2 എണ്ണം ഫ്ലോറിൻ കൊണ്ടുപോയി. സോ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും. സോ ദിസ് ഇസ് ഓൾസോ 2 + 3 5 ആണ്. ആൻഡ് 5 മീൻസ് ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d. അപ്പോൾ ഓപ്ഷൻ ഈ 1ഉം 3ഉം 4ഉം ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാച്ചാണ്. ഹാസ് ഡിഫറൻറ്റ് ബോണ്ട് ലെങ്ത്. ഡിഫറൻറ്റ് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ബോണ്ട്സ് വേറെ ആയിരിക്കും. നിങ്ങൾക്കറിയാം ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ് ഇൻ sp3d. അപ്പോൾ ഇതിലെല്ലാവർക്കും ആ ഒരു പ്രത്യേകതയുണ്ട്. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ് ആണെന്നുള്ള ഓപ്ഷനുണ്ട്. ദെൻ ഹാസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും വേണം. അങ്ങനെയുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പം സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഉള്ളത് SF4-നുണ്ട് XCF2-നുണ്ട് അല്ലേ. ഇവിടെ സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഇല്ലാത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഈ 2 ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യും? അതിൽ ഉറപ്പായിട്ടും ആൻസർ ഓപ്ഷൻ 3 ആ. കാരണം XCF2 എന്ന് പറയുന്ന മോളിക്യൂളിൽ ലീനിയർ ജോമെട്രിയാണ്. നിങ്ങൾക്കറിയാം XC ആക്സിയൽ പൊസിഷനിൽ നമ്മൾ 2 ഫ്ലൂറിനെ വെച്ചു ആൻഡ് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലോൺ പെയർ വെച്ചു ആൻഡ് ദിസ് ഹാസ് നോ ഡിഫറെൻറ്റ് ലെങ്ത്ത്. ഈ 2 ബോണ്ട് ലെങ്ത്തും സെയിം ആണ് അല്ലേ. സെയിം ബോണ്ട് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് അത് ആ ഒരു പ്രോപ്പർട്ടി മാത്രം അതിന് മാച്ച് ആവില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. 55. ഫോർമേഷൻ ഓഫ് Na4FeCN5NOs. അതൊരു വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ആണ്. ഫോംഡ് ബൈ ദി അഡീഷൻ ഓഫ് സോഡിയം നൈട്രോപ്രൊസൈഡ് ഇൻ സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട് ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് സൾഫൈഡ് അയോൺ. സൾഫൈഡ് അയോൺ. ആൻസർ ഇസ് ഓപ്ഷൻ 3. സൾഫൈഡ് ആണ് കേട്ടോ. 56. ഇൻ 3,3-dimethyl hex 1-ene-4-ine there are dash sp3, dash sp2 and dash sp hybridized carbon atoms respectively. ഓക്കെ, ഇത് ഹെക്സ് ആയതുകൊണ്ട് 6 കാർബൺ ആറ്റം നമ്മൾ ഇട്ടു. 1-ൽ ഈനും 2, 3, 4-ൽ ഐനും ദെൻ 3-3-ൽ 2 മീഥൈൽ ഗ്രൂപ്പ് CH3 ആൻഡ് CH3 അല്ലേ. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്ത് വിടണമെങ്കിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് വിടാം. ഇത് CH3 ആണ്. ഇത് C ട്രിപ്പിൾ ബോണ്ട് C. ഇവിടെ CH, ഇവിടെ CH2 ആണ്. ഓരോ കാർബണിൻ്റെ ചുറ്റുമുള്ള സിഗ്മ പറഞ്ഞ് ഇവിടെ സിഗ്മയുടെ എണ്ണം 4 ആണ്. ഇവിടെ സിഗ്മയുടെ എണ്ണം 2, സിഗ്മയുടെ എണ്ണം 2, സിഗ്മയുടെ എണ്ണം 4, സിഗ്മയുടെ എണ്ണം 4, സിഗ്മയുടെ എണ്ണം 4, സിഗ്മയുടെ എണ്ണം 3, സിഗ്മയുടെ എണ്ണം 3. ഇനി നിങ്ങൾ സിഗ്മയുടെ എണ്ണം നോക്കിയിട്ട് ഹൈബ്രിഡൈസേഷൻ പറഞ്ഞോ. 4 വന്നാൽ sp3, 2 വന്നാൽ sp ആൻഡ് 3 വന്നാൽ sp2. ഇനി പറഞ്ഞു sp3 ഉള്ള 4 ഉള്ള 1, 2, 3, 4. 4 പേർക്ക് അപ്പം ആൻസറായി ഓപ്ഷൻ 1 അല്ലേ. 4 പേർക്ക് sp3 ഉണ്ട്, 2 പേർക്ക് sp2 ഉണ്ട്, 2 പേർക്ക് sp ഉണ്ട്. 57. Which of the following statement are true?
The subsidiary quantum number L describes the shape of the orbital occupied by the electron. കറക്റ്റ് ആണ്. L എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് കണ്ടുപിടിക്കുക അല്ലേ. N എന്ന് പറഞ്ഞ എനർജിയാണ്, പിന്നെ L എന്ന് പറഞ്ഞ ഷേപ്പാണ്, 3 dimensional ഷേപ്പ്. Then B option, that is the boundary surface diagram of the 2px orbital. അല്ലേ, ഇത് y ആണ്, ഇത് z, ഇത് x ആണ്. 2pxൽ ഡംബൽ വന്നു, 2 ലോബുകൾ കറക്റ്റ് ആണ്. The plus and minus sign in the wave function of the 2px orbital refer to charge. No, never. അത് സൈൻ ഓഫ് ദി വേവ് ഫംഗ്ഷൻ ആണ്, ഒരിക്കലും ചാർജ് അല്ല, പ്ലസും മൈനസും. The wave function of 2px orbital is 0 everywhere in the xy plane, which is wrong. കാരണം 2pxൻ്റെ നോഡൽ പ്ലെയിൻ എന്ന് പറയുന്ന YZ പ്ലെയിന്, ഇവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി 0, പക്ഷേ ഇത് XY പ്ലെയിൻ ആണ്, അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി 0 അല്ല. അപ്പോൾ ഇതിലെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് A and B ഒള്ളിയാണ്. സോ ഓപ്ഷൻ 4 വരും. Then 58. The type of hybridization and the magnetic property of MnCl6 3-. ഇതിൽ എന്തായാലും മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 വരുമല്ലോ, ക്ലോറിൻ -1 ആയതുകൊണ്ട്. സോ മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. സോ ദിസ് ഇസ് 4s2 3d5 ആണ്. ആൻഡ് മാംഗനീസ് 3+ എന്ന് പറയുമ്പോൾ 4s0 3d4 വരും അല്ലേ, 3d4 വരും. പിന്നെ ഇത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് അപ്പോൾ 3d4 വരും, നമുക്കൊന്ന് എഴുതി നോക്കാവേ. അപ്പോൾ 3dയിൽ 4 ഇലക്ട്രോൺസ് വന്നു. ദെൻ ഒരെണ്ണം ഫ്രീ ആണ്, എസ്സും ഇവിടെ P3 ഇങ്ങനെ വരും. പിന്നെ ഇവിടെ D ഓർബിറ്റൽസ് വേക്കൻ്റ് ആയിട്ടുള്ളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം Cl- എന്ന് പറയുന്നത് ശരിക്കും ഒരു വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് നോ പെയറിങ് അല്ലേ, പെയറിങ് നടക്കില്ല. അങ്ങനെ പെയറിങ് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പങ്കെടുക്കുന്നത് ഇവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും. sp3d2 6 വേണ്ടേ, അപ്പോൾ ഇത് പങ്കെടുക്കാതെ വെറുതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ sp3d2 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് മനസ്സിലായി. ഇനി ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് അറിയാൻ വേണ്ടി T2GeG കൊടുക്കുക. സോ ദിസ് ഈസ് T2GeG. ഒരിക്കലും നിങ്ങൾ VB തിയറി വെച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കരുത്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി തന്നെ കൊടുക്കണം. അപ്പോൾ T2Gയിൽ എത്ര ഇലക്ട്രോണാണ്? 4 1 2 3. ക്ലോറൈഡ് അയോൺ സ്ട്രോങ് ലിഗാൻഡ് അല്ലല്ലോ, പെയറിങ് നടക്കില്ല, മേളിൽ ചാടും. അപ്പം 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ ദി ഹൈബ്രിഡൈസേഷൻ വിൽ ബി അല്ലേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എസ്സിൽ നിന്ന് 1, പിയിൽ നിന്ന് 3, ഡിയിൽ നിന്ന് 2 സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 പാരാമാഗ്നറ്റിക് വിത്ത് 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. Then consider the following reaction. From these reactions, which reaction will give carboxylic acid as the major product? നിങ്ങൾക്കറിയാം ഇതിൽ സയനൈഡ് ഓൺ മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ സയനൈഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രൈമറി അമൈഡ്. ഇനി ഇവർ മൈൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡിൽ പോയി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളുടെ അമൈഡ്. സോ ഇത് കാർബോക്സിലിക് ആസിഡ് തന്നില്ല. ദെൻ RMgXും ഡ്രൈ ഐസും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഡ്രൈ ഐസ് C ഡബിൾ ബോണ്ടോയാ, അതിൽ ഒരു സ്ഥലത്ത് OHും പിന്നെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് 6 വന്ന് ക്ലബ് ചെയ്യും, കാർബോക്സിലിക് ആസിഡ് കിട്ടും. സയനൈഡ് ഇത് ഏത് റിയാക്ഷനാണ്? സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. സോ ദിസ് വിൽ കൺവേർട്ടഡ് ടു RCHO, കാരണം ഈ റിയാക്ഷൻ്റെ പേര് സ്റ്റീഫൻസ് റിഡക്ഷൻ എന്നാണ് അല്ലേ, സ്റ്റീഫൻസ് റിഡക്ഷൻ എന്നാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടിയില്ല. പിന്നെ പ്രൈമറി ആൽക്കഹോൾ PCC വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം RCHO ആണ്, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്, കാർബോക്സിലിക് ആസിഡ് കിട്ടിയില്ല. പിന്നെ ആസിഡ് ക്ലോറൈഡ്, ഹൈഡ്രജൻ ബാർ പലേഡിയം, ബ്രോമിൻ വാട്ടർ. ആദ്യം ഈ ഫസ്റ്റ് റിയാക്ഷൻ്റെ പേരെന്ന് പറയുന്നത് റോസൻമണ്ട് റിഡക്ഷനാണ് അല്ലേ. റോസൻമണ്ട് റിഡക്ഷൻ വഴി നിങ്ങൾക്ക് ആസിഡ് ക്ലോറൈഡിനെ ആദ്യം നമുക്ക് ബെൻസാൽഡിഹൈഡായിട്ട് കിട്ടും. എന്നിട്ട് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇത് നേരെ പോയി ഇയാളെ ഓക്സിഡൈസ് ചെയ്ത് ബെൻസോയിക് ആസിഡാക്കി മാറ്റും. അപ്പോൾ ഇവിടെയും നിങ്ങൾക്കൊരു കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടുന്ന റിയാക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ B and E ഒള്ളിയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് അല്ല കിട്ടുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 4 elements A, B, C and D ആർ ഗിവൺ ബിലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പം അവർ കോൺഫിഗറേഷൻ നോക്കിയ ആൻസർ പറയുന്നത്, പക്ഷേ ഞാൻ എലമെൻറ്റ് നോക്കിയിട്ടാണ് ആൻസർ പറയുന്നത്. അതാണ് കുറച്ചുകൂടെ സൗകര്യമായിട്ട് തോന്നിയത്. അപ്പം ഞാൻ നോക്കുമ്പം ഇത് അറ്റോമിക് നമ്പർ ഏതാ? 4 3 7. ഇത് നൈട്രജൻ ആണ്, ഇത് 8, ഇത് ഓക്സിജൻ ആണ്, ഇത് 9, ഇത് ഫ്ലൂറിൻ ആണ്, ഇത് 6, ഇത് കാർബണാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി? നിങ്ങൾക്കറിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിന്, ഏറ്റവും കൂടിയത് ഫ്ലൂറിന്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഏറ്റവും കുറഞ്ഞത് D, പിന്നെ വരുന്നത് A, പിന്നെ വരുന്ന B, പിന്നെ വരുന്ന C. DABC. ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. എലമെൻ്റ് എഴുതി ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. 61. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്.
പ്യൂരിഫിക്കേഷൻ ചാപ്റ്ററാണ്. ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇസ് ആക്ച്വലി സ്യൂട്ടബിൾ ഫോർ ക്ലോറോഫോം ആൻഡ് അനിലീൻ. NCERT കൊടുത്തിട്ടുണ്ട്. ആ രണ്ടുപേരുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റിലേഷൻ സിമ്പിൾ വഴി ക്ലോറോഫോം ആൻഡ് അനിലീനിനെ സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് നിർത്തിയിട്ട് ബാക്കി ചെക്ക് ചെയ്യുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്തായാലും ക്രൂഡ് ഓയിലാണ്, ഡീസൽ ആൻഡ് പെട്രോൾ ആണെന്ന് മനസ്സിലായി. സോ ബിയുടെ കോഡ് 1 വരും. കണ്ടോ, ബിയുടെ കോഡ് 1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി അല്ലേ. ഇനി എയുടെ കോഡ് ഡിസ്റ്റിലേഷൻ, അത് 3 വന്നു എന്ന് ഇനി മനസ്സിലായി. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് വെച്ചാൽ വാക്യൂം ഡിസ്റ്റിലേഷൻ ആണ് അല്ലേ. ചില ആൾക്കാർ അവരുടെ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഡിക്കമ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരുടെ ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കുന്നതിന് മുന്നേ അവരെ ബോയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രഷർ കുറയ്ക്കും. അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഗ്ലിസറിൻ ഫ്രം ദി സ്പെൻഡ്ലൈ അല്ലേ. അപ്പോൾ സോപ്പ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് 4. പിന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഒരാൾ വാട്ടർ സോലബിൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീം ഡിസ്റ്റിലേഷനാണ് അനിലീൻ പ്ലസ് വാട്ടർ മിക്സ്ചർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 62. X gram of NaCl is added to water in a beaker with a lid. The temperature of the system is raised from 1 degree Celsius to 25 degrees Celsius. Which out of the following plots is best suitable for the change in the molarity of the solution with respect to temperature? അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നോക്കാൻ പോവുകയാണേ. 1 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളം അത് മിക്കവാറും ഐസായിരിക്കും അല്ലേ. 1 ഡിഗ്രി എന്ന് പറയുമ്പം അത്ര നല്ല ഒരു ലിക്വിഡ് ഫോമിലേക്ക് വരില്ലായിരിക്കും. അതിന് നിങ്ങൾ 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചർ. അപ്പോൾ അത് H2O ലിക്വിഡ് ആയിരിക്കും. പക്ഷേ ഇത് ചിലപ്പോൾ സോളിഡാണ്. 0 ഡിഗ്രിയിൽ തൊട്ട് സോളിഡ് അല്ലേ. അപ്പോൾ 1 ഡിഗ്രിയിൽ നിന്ന് നിങ്ങൾ നേരെ 25ലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം സോളിഡ് ലിക്വിഡ് ആവും. വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മൊളാരിറ്റി എങ്ങനെയാണ്? ഡിക്രീസ് ചെയ്യും. ബിക്കോസ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആയതുകൊണ്ട് വോളിയം കൂടുമ്പോൾ മൊളാരിറ്റി കുറയും. അപ്പം നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ കൂടിയപ്പം വോളിയം കൂടി, വോളിയം കൂടുമ്പോൾ മൊളാരിറ്റി കുറയും. അപ്പം ഗ്രാഫ് എങ്ങനെയായിരിക്കും? മൊളാരിറ്റി കുറഞ്ഞ് നേരെ വരുന്ന ഗ്രാഫായിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിനകത്തൊരു ഹിഡൻ പോയിൻ്റ് ഉണ്ട്. ഈ 1 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഐസ് ഉണ്ടല്ലോ, 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറയുക ചെയ്യുക. അതിന് എന്നാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന അവർ ഐസാണല്ലോ, അവർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഐസിൻ്റെ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഐസിൻ്റെ ബോണ്ട് പൊട്ടും. അങ്ങനെ ബോണ്ട് പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? ഈ മോളിക്യൂളെല്ലാം കൂടെ ആദ്യം അടുത്ത് വരും. കണ്ടോ? അപ്പോൾ വോളിയം കുറയുക ചെയ്യുക. അപ്പോൾ വോളിയം കുറയുമ്പം ഡെൻസിറ്റി എങ്ങനെയാണ്? കൂടും. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഏറ്റവും വലിയ വാല്യൂ 4 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. കാരണം 4 ഡിഗ്രി വരെ ഈ മോളിക്യൂൾ അടുത്ത് വരും. 5 ഡിഗ്രി ആകുമ്പോൾ പിന്നെ ഇത് അകന്നകന്ന് പോകും. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് പറഞ്ഞ വോളിയം ഡിക്രീസസ്, ദെയർഫോർ മൊളാരിറ്റി ഇൻക്രീസസ്. അപ്പോൾ ആദ്യം ഇൻക്രീസ് ചെയ്തിട്ടേ ഡിക്രീസ് ചെയ്യൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇതെനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും തെറ്റിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. 63. Arrange the following in order of magnitude of work done by the system or on the system at constant temperature എന്നാണ്. അതിൽ ആദ്യത്തെ വർക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ്. നിങ്ങൾക്കറിയാം റിവേഴ്സിബിൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ കംപ്രഷൻ എയുടെയും സിയുടെയും അല്ലേ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? മൈനസ് വേണ്ട, 2.303 RT ലോഗ് V2/V1 ആണ്. രണ്ട് പേർക്കും സെയിമാണ്. അപ്പോൾ എയുടെ വർക്കും സിയുടെ വർക്കും ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ 2 കട്ട് ചെയ്യാം അല്ലേ. ഇതും കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് 2 ഓപ്ഷനാണ്, ബിയും ഡിയും. ഇറിവേഴ്സിബിൾ എക്സ്പാൻഷനും ഇറിവേഴ്സിബിൾ കംപ്രഷനും. ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ ഗ്രാഫിൻ്റെ നമ്മളെ ഷേപ്പ് നിങ്ങൾക്കറിയാം, ഒരു സിംഗിൾ സ്ട്രിപ്പാണ്. ഇറിവേഴ്സിബിൾ കംപ്രഷൻ്റെ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വലുതുമാണ്. അപ്പോൾ എപ്പോഴും ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ കംപ്രഷൻ പ്രോസസ്സാണ് വലുത്. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ വരുന്ന ഡിക്ക്. പിന്നെ വരുന്നത് റിവേഴ്സിബിൾ വർക്ക് എ ഈക്വൽ ടു സി. പിന്നെ ഏറ്റവും ലാസ്റ്റേ ബി വരുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പം ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2 വരും. അപ്പോൾ ഇത് നിങ്ങൾ ആ ഏരിയ, ഗ്രാഫിൻ്റെ ഏരിയ ചെക്ക് ചെയ്താൽ മതി. എല്ലാം വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും 4 ഗ്രാഫ് നിങ്ങളെ വരച്ചിട്ടുണ്ട്. ഗ്രാഫിൻ്റെ ഏരിയ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ കംപ്രഷനാണ്. ഗ്രാഫ് ഭയങ്കര വലിയ ഏരിയ ആണ്. പിന്നെ ഉള്ളത് ഈ 2 പേര് ഒരേ വർക്കാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എപ്പോഴും മാക്സിമത്തിലാണ്. പിന്നെ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജാണ്, ഒറ്റ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 64. Reactant A converts to product D
ത്രൂ ദി ഗിവൺ മെക്കാനിസം. എ ബി സ്ലോ, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ബാക്കി രണ്ടും ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. അപ്പോൾ ആദ്യത്തെ എൻഡോതെർമിക്കും രണ്ടാമത്തെ രണ്ടും എക്സോതെർമിക്കാണ്. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് നെറ്റ് എവല്യൂഷൻ ഓഫ് ഹീറ്റ് എന്ന് വെച്ചാൽ ദ ഹോൾ പ്രോസസ് ഈസ് എക്സോയാ. അപ്പോൾ ഹോൾ പ്രോസസ്സ് എക്സോ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. കാരണം ഇത് ഗ്രാഫ് മേളിലോക്കാണ്, ഇത് രണ്ട് എൻഡോയുടെ ഗ്രാഫാണ്. പിന്നെ ഇത് രണ്ടേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലോ ആണെങ്കിൽ മീനിങ് എന്താ? ആ റിയാക്ഷന് ഹൈ ആക്ടിവേഷൻ എനർജി ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പീക്കായിരിക്കും അല്ലേ, പീക്കിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ നോക്കി ആദ്യത്തെ ഗ്രാഫ് വലിയ ഗ്രാഫ് ഇതുണ്ടോ, വലുതും പിന്നെ ചെറുത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും അല്ലേ. ഓപ്ഷൻ 2 വരാത്തതിന് കാരണം ആദ്യം ചെറുതും പിന്നെ വലുതും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഫാസ്റ്റ് ആണെന്ന് മീനിങ് വരും. 65. The nature of oxide TeO2 and hydride TeH2 formed by tellurium respectively are. Tellurium എന്ന് പറയുന്ന ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ഗ്രൂപ്പ് 16th ഫാമിലിയാണ്. ഇത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പം ടെലൂറിയം താഴെയുള്ള മെമ്പറുകൾക്ക് എപ്പോഴും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് കൂടുതൽ താല്പര്യം. ഇതിൻ്റെ ഏറ്റവും കോമൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഇവർക്ക് ഫാസ്റ്റ് എന്ത് വരാം? റിഡക്ഷൻ വരാം അല്ലേ. ഫാസ്റ്റ് റിഡക്ഷൻ ടു ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് നേച്ചറായിരിക്കും? ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. പിന്നെ TeH2ൻ്റെ പ്രത്യേകത ഡൗൺ ദി ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് H+നെ റിലീസ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ഹൈലി അസിഡിക് ആയിരിക്കും. സോ ഓപ്ഷൻ 1 വരും അല്ലേ. TeH2ൽ നിങ്ങൾക്ക് പറഞ്ഞ TeH ബോണ്ട് എന്ന് പറയുന്ന വീക്കാണ് അല്ലേ. അപ്പം പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അസിഡിക് ക്യാരക്ടർ കാണിക്കാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. 66 റിയാക്ഷനാണ്. ഇത് 2 അരൈൽ ഹാലൈഡ് സോഡിയത്തിൻ്റെ പ്രസൻസിൽ ക്ലബ് ചെയ്ത് അല്ലെങ്കിൽ കപ്പിൾ ചെയ്ത് ബൈഫിനയിൽ കിട്ടുന്ന റിയാക്ഷൻ്റെ പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. സോ എയുടെ കോഡ് 3 ആണ്. സോ ഇത് രണ്ടും കട്ടാക്കി. അടുത്ത ഇത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് കോപ്പർ പൗഡറും HCl ഇടുന്ന റിയാക്ഷൻ്റെ പേര് ഗ്യാറ്റർമാൻ റിയാക്ഷൻ. സോ ബിയുടെ കോഡ് 4 ആണ്. സോ ആൻസർ ആയി അല്ലേ ഓപ്ഷൻ 2 അല്ലേ. ഓപ്ഷൻ 2 വരും. A3B4C2D1 നോക്കാവേ. സി എന്ന് പറയുന്ന ഏതാ? ആൽക്കൈൽ ഹാലൈഡ്, പിന്നെ സോഡിയം അയഡൈഡ്, ഡ്രൈ അസറ്റോൺ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ലൂക്കാസ് ആണ്. ടെറിഷറി HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യുന്ന ലൂക്കാസ് റിയാക്ഷനാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 67. Consider the following chemical equilibrium of the gas phase reaction at constant temperature. If P being the total pressure, Kp is the pressure equilibrium constant and alpha is the degree of dissociation, then which of the following is true at equilibrium? If P value is extremely high compared to Kp, alpha is approximately 1. When P increases, alpha decreases. If Kp value is extremely high compared to okay. അപ്പോൾ നമ്മൾ Kpയും Pയും ആൽഫയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കാൻ വേണ്ടി നോക്കിയോണേ. എ ഗ്യാസ് ഗിവിങ് അവർ പറഞ്ഞേക്കുന്ന ബി ഗ്യാസ് പ്ലസ് സി ഗ്യാസ് എന്നാണ്. ഇപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് 1 എടുത്തു. ദിസ് ഇസ് 0 0. ദെൻ അറ്റ് ഇക്വിലിബ്രിയം ഇഫ് ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ആൽഫ ആൻഡ് ആൽഫ. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ വരും. സോ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ പി എന്ന് കൊടുക്കാം. പി ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ്, വിച്ച് ഇസ് പി ഇൻറ്റു 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ വരും. പാർഷ്യൽ പ്രഷർ ഓഫ് ബിയും പാർഷ്യൽ പ്രഷർ ഓഫ് സിയും ഈക്വൽ ആണ്. ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സി ബി ഓർ സി ആണ്, നമുക്കത് എഴുതണ്ട. ആൽഫ ബൈ 1 പ്ലസ് ആൽഫ എന്ന് വരും. ശരി, ഇനി നമ്മൾ കെ പിയുടെ എക്സ്പ്രഷൻ കൊടുക്കുവാണ്. കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് സി ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ. പാർഷ്യൽ പ്രഷർ ഓഫ് ബിയും സിയും സെയിം ആയതുകൊണ്ട് പി സ്ക്വയർ ആൽഫ സ്ക്വയർ ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ എന്ന് വരും കെ പിയുടെ എക്സ്പ്രഷൻ. സോ ഇതിൽ ഒന്ന് തിരിച്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പി ക്യാൻസൽ ആയിപ്പോയി. സോ പി ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. 1 പ്ലസ് ആൽഫ ഓരോന്ന് കട്ടായിപ്പോയി. സോ പി ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് വരും. സോ നമുക്കിങ്ങനെ എഴുതാം. കെ പി ഇസ് ഈക്വൽ ടു പി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ. നിങ്ങൾക്ക് പ്രഷറും ഇത് ചെയ്യാനാണല്ലോ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. കെ പി മൈനസ്
കെ പി ആൽഫ സ്ക്വയർ ഈക്വൽ ടു പി ആൽഫ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് പ്രഷറിൻ്റെ ടേം എടുക്കാവേ. പി ഈസ് ഈക്വൽ ടു കെ പി ബൈ കെ പി ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ബൈ ആൽഫ സ്ക്വയർ മൈനസ് കെ പി എന്ന് വരും. സോ ഇത് നിങ്ങൾ റിലേഷൻഷിപ്പ് ചുമ്മാ ഉണ്ടാക്കി വെച്ചെന്നുള്ളേ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ പ്രഷർ ആൻഡ് ആൽഫ എന്ത് റിലേഷനിലാണ് കിടക്കുന്നത്? ഇൻവേഴ്സ്. സോ പ്രഷർ ആൻഡ് ആൽഫ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ വരുമ്പം പറഞ്ഞോ, വെൻ പ്രഷർ ഇൻക്രീസസ് ആൽഫ ഡിക്രീസസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ. 68. Which of the following graph correctly represents the variation of thermodynamic properties of Haber's process? Haber's processലെ N2 plus 3H2 giving 2NH3 എന്നാണ് അല്ലേ. അപ്പോൾ അവർ കുറേ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്തേക്കാവേ. ഇതിൽ നിങ്ങൾക്കറിയാം അവർ തന്നേക്കുന്ന ഡെൽറ്റ എച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസാണ്. പക്ഷേ ഈ റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം ഇത് എക്സോതെർമിക് പ്രോസസ്സാണെന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാം. ഇത് എക്സോതെർമിക് ആണ്. ദെൻ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ഡിക്രീസസ് ആണ്. അതുകൊണ്ട് ഇതും നെഗറ്റീവാണെന്നറിയാം. പിന്നെ നിങ്ങൾക്കറിയാം ഇത് രണ്ടും സ്റ്റാൻഡേർഡ് വാല്യൂ ആ. ദേ റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. കാരണം ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ കീപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ്, ഇവിടെയും ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ്, അവിടെയും വലിയ കുഴപ്പമില്ലാതെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല. ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് അവർ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയോ, മൈനസ് ഡെൽറ്റ എച്ച് 0/T ആണല്ലോ. അപ്പോൾ ഇത് എക്സോതെർമിക്കാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പറഞ്ഞേ, ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ടെമ്പറേച്ചർ ഇൻക്രീസസ് അല്ലേ, ദിസ് വാല്യൂ, ഈ വാല്യൂവിന് എന്ത് സംഭവിക്കും? ഡിക്രീസസ് ആണ്. ഓക്കെ, അവർ ഡിക്രീസാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ ജി എന്ന് പറയുന്ന സ്പോണ്ടേനിയറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. സോ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ഈക്വൽ ടു മൈനസ് RT/ln K ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നുണ്ടല്ലോ. അപ്പം നമുക്കിവിടെ ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ബൈ ടി ഈക്വൽ ടു R/ln K എന്ന് എഴുതാമല്ലോ. ശരി, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, R/ln K ഈ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉള്ള പ്രത്യേകത, ഇത് ടെമ്പറേച്ചർ ആക്സസ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പം ഈ വാല്യൂ എന്ത് ചെയ്യും? കുറയും അല്ലേ. ഈ വാല്യൂ കുറഞ്ഞാൽ K ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കുറയും അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിക്രീസസ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഗ്രാഫ് നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞെന്നുള്ളേ. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട ഈ 3 ഗ്രാഫിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. അതിൽ ഈ മൂന്നാമത്തെ ഗ്രാഫിൽ നോക്കി, മൈനസ് ഡെൽറ്റ ജി മേളിലും ഇത് താഴെ, ഇത് താഴെ, ഇത് മേളിൽ, ഇത് മേളിൽ, ഇത് താഴെ എങ്കിലും ഈ 2 വാല്യൂ അവർ ഒരു ഗ്രാഫിലും ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം മീനിങ് എന്താ? ആ 2 പേരുടെ വാല്യൂ അതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെൽറ്റ ജിയുടെ വാല്യൂ കറക്റ്റായിട്ടാണോ കൊടുത്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്കറിയാം ഡെൽറ്റ ജി 0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 മൈനസ് ടി ഡെൽറ്റ എസ് 0 നമുക്കവിടെ കിടക്കുന്ന ഡെൽറ്റ എച്ച് ബൈ ടി നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാത്തിനെയും മൈനസ് ഡെൽറ്റ ജി 0/T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. മൈനസ് ഡെൽറ്റ എച്ച് 0/T മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഡെൽറ്റ എസ് 0/T പോയി. ഇനി നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഗ്രാഫിലെ ഈ വാല്യൂ ഏതാ? ഈ വാല്യൂ മൈനസ് അത് 300 തന്നിരിക്കുന്നത് അല്ലേ. 300 പ്ലസ് ഡെൽറ്റ എസ് 0 മൈനസ് 200 ഈക്വൽ ടു 100 കിട്ടിയോ ഡെൽറ്റ ജി. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്ന കറക്റ്റാണ്. ആൻസർ നിങ്ങൾക്ക് 1 കിട്ടും. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ നോക്കിക്കോണേ, ഈ വാല്യൂ ഡെൽറ്റ ജി 0യുടെ വാല്യൂ അവർ തന്നേക്കുന്ന 100, മറ്റേത് 200, എന്തായാലും മാച്ച് ആവില്ല നിങ്ങൾക്കറിയാം. അപ്പോൾ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് 300ലും 100ലും തന്നെ കിടക്കുന്നത്. പക്ഷേ ഈ ഗ്രാഫിൽ ഡെൽറ്റ എച്ച് താഴെയും ഡെൽറ്റ ജി മേളിലുമാണ്. നമുക്ക് ചുമ്മാ തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കി വാല്യൂ കിടക്കുന്ന നോക്കിയോണം. ഡെൽറ്റ ഇത് ഈ വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഈ വാല്യൂ എത്രയാണ്? 100 അല്ലേ. 100ഉം ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ എസ് മൈനസ് പ്ലസ് 200. അപ്പോൾ ഇവിടെ മൈനസ് 100 എന്ന് വരും. അത് മാച്ച് ആവില്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് മാച്ചിങ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. 69. A
tetrapeptide exon complete hydrolysis produced glycine, alanine, valine, leucine in equimolar proportions each. The number of tetrapeptide sequences possible involving each of these. ഇത് നമുക്ക് നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വഴി ചെയ്യത്തില്ലേ, 4 ഡിഫറെൻ്റ് അമിനോ ആസിഡ് ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ 4 ഫാക്ടോറിയൽ. സോ 4 × 3 × 2 × 1 ആൻഡ് ദിസ് ഇസ് 24. സോ 24 ഡിഫറെൻ്റ് സീക്വൻസുകൾ നമുക്കത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. 70. In Dumas method for the estimation of nitrogen, 0.5 gram of the organic compound, so weight of the organic compound is 0.5 gram, gave 60 ml of nitrogen collected at STP അല്ല, വേറെ ഏതോ ടെമ്പറേച്ചർ. സോ ദാറ്റ് ഈസ് ആക്ച്വലി V1 equal to 60 ml at a temperature of T1 which is equal to 300 Kelvin and pressure P which is equal to 715 mm ആണ്. പക്ഷേ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ടോട്ടൽ ആയിരിക്കും. കാരണം ഈ പ്രഷർ നൈട്രജൻ ഗ്യാസിൻ്റെ ഉണ്ട്, പിന്നെ നമ്മളത് കളക്ട് ചെയ്യുന്ന ട്യൂബിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ, വാട്ടർ വേപ്പറിൻ്റെ ഉണ്ട്. ഇനി അവർ തന്നിട്ടുണ്ട് അക്വസ് ടെൻഷൻ. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വസ് ടെൻഷൻ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 15 mmHg എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ വെച്ചിട്ട് പറയാം, പ്രഷർ ഓഫ് നൈട്രജൻ ഗ്യാസ് വിച്ച് ഈസ് ഈക്വൽ ടു P1 ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 700 mm എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് P1, V1, T1 കിട്ടി. ഇനി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് നൈട്രജൻ നിങ്ങൾക്കറിയാം, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 28 ഇൻറ്റു വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ഡിവൈഡഡ് ബൈ 22400 ഇൻറ്റു വെയ്റ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. പക്ഷേ ഇതിൽ നമുക്ക് എന്തില്ല, വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ഇല്ല, വേറെ ഏതോ കണ്ടീഷനിലുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നൈട്രജൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ് P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2 എന്ന് കൊടുത്തു. ആൻഡ് ദിസ് ഈസ് STP കണ്ടീഷൻ കൊടുക്കുവാണ് ഓർ NTP കണ്ടീഷൻ കൊടുക്കുവാണ്. P1 V1 പറഞ്ഞ് പ്രഷർ 700 ആണ് ഇൻറ്റു V1 60 ml, ടെമ്പറേച്ചർ 300 വിച്ച് ഈസ് ഈക്വൽ ടു STPയിലെ പ്രഷർ 760 ആണ് ഇൻറ്റു വോളിയം നമുക്കറിയില്ല, ടെമ്പറേച്ചർ 273 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ V2 സോൾവ് ചെയ്യണം. സോ V2 ഇസ് ഈക്വൽ ടു 700 ഇൻറ്റു 60 ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 760 എന്ന് വരും. സോ സീറോസ് ക്യാൻസലായിപ്പോയി അല്ലേ, ഈ 2 സീറോസ് ക്യാൻസലായി, ഈ ഒരു സീറോ ക്യാൻസലായി. സോ ഇത് 2 വെച്ച് കട്ട് ചെയ്താൽ 38 വരും, ഇവിടുത്തെ 3 വരും അല്ലേ. പിന്നെ ഇവിടുത്തെ 3യും ക്യാൻസലായി, പിന്നെ നമുക്ക് വേറൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. 273 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 38 വരും. സോ ഇവിടെ 1 റിമൈൻഡർ 2 49 2 51 5 14 5 19 ബൈ 38 എന്ന് വരും. സോ 1911 ഡിവൈഡഡ് ബൈ 38 ചെയ്യുമ്പം 6 പറ്റുമോ നോക്കാവേ, 5 പറ്റുമോ നോക്കാം. 0 റിമൈൻഡർ 4 15 4 19 190 11 വരും. 0 0 38 ഒരു 3 സംതിങ് വരും. സോ ദിസ് ഇസ് 50.3 ml എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമ്മൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജനിലേക്ക് കൊടുക്കാൻ പോവാണ്. Therefore, percentage of nitrogen equal to 28 into 50.3 divided by 22400 into 0.5 into 100 എന്ന് വരും. ഓക്കെ, നമുക്ക് ഡെസിമൽ മാറ്റിക്കളയാം. 28 ഇൻറ്റു 503 ഡിവൈഡഡ് ബൈ 224, ഈ 2 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ഇൻറ്റു 0.5 കളഞ്ഞു, 5 എന്നാക്കി അല്ലേ. ശരി, നമ്മൾ കട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് 112 വരും, ഇത് 14 വരും, ഇത് 7 വരും, ഇത് 56 വരും അല്ലേ. പിന്നെ ഇവിടെ ഒരു 8 ടൈംസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 503 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. അപ്പം 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 1 4 4 2 8 23 വരും, 4 5 20 വരും, 3 7 4 28 സംതിങ് വരും. ഇത് ഡിവൈഡഡ് ബൈ ഒരു 10 കൂടെ ഉണ്ടല്ലോ. സോ 12.57% എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. സോ കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത സെക്ഷൻ ബി ആണ്. For the reaction A gives B, the following graph was obtained. The time required in seconds for the concentration of A
to reduce 2.5 grams per liter if the initial concentration of A was 50 grams per liter is എന്നാണ് ചോദ്യം. ലോഗിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് എല്ലാ ആൾക്കാർക്കും ഇത് തന്നെയാണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ടൈം കൂടുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ പോലെയാണ്. നമുക്ക് എൻ ടി എയുടെ ആൻസർ അവർ കൊടുത്തിരിക്കുന്ന വെച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാമെന്നുള്ളൂ. എന്ന് വെച്ചാൽ ലോഗിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് മിക്കവാറും ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ ആണെന്നുള്ള ധാരണ ചെയ്യുവാണ്. K = 2.303/T log R0 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ വരും. ഇനി അവർ പറഞ്ഞിരിക്കുന്ന 2.5 നിന്ന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 50-ൽ നിന്ന് 2.5-ലേക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ടൈം വേണം. അപ്പോൾ നമുക്ക് K കണ്ടുപിടിക്കണം. K അവർ ഇതിനകത്ത് തന്നിട്ടില്ല അല്ലേ. K നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ ഗ്രാഫിൻ്റെ വാല്യൂ നോക്കിയോ, ഇത് കോൺസെൻട്രേഷനും ഇത് ടൈമുമാണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷനും ടൈമും വെച്ചുകൊണ്ട് നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന ടൈമിൽ ഇന്ന കോൺസെൻട്രേഷൻ ആണല്ലോ. അപ്പം നോക്കട്ടെ, ഇത് കോൺസെൻട്രേഷൻ തുടങ്ങിയത് 50-ലാണല്ലോ. 50 ഓക്കെ 40 തന്നിട്ടുണ്ട്. 40 20 ആകാൻ എടുത്ത ടൈം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവേ. 40 5 ആണല്ലോ. അത് 20 ആകാൻ വേണ്ടി 10 മിനിറ്റ് എടുത്തു. അപ്പം ആ 10 മിനിറ്റ് ഹാഫ് ലൈഫിൽ നിന്ന് എടുക്കാം. നോക്കട്ടെ, 20 15 ആണ്. അത് 10 ആകാൻ 25 മിനിറ്റ് എടുത്തു. 20 നേരെ പകുതിയാകാൻ. 20 പകുതിയാകാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 10 കണ്ടോ. 15 അല്ല 20 15 10 അപ്പോൾ 10. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടും? T½ എന്ന് പറഞ്ഞ 10 സെക്കൻഡ്സ് ആണ് കിട്ടി. അപ്പോൾ Kയുടെ വാല്യൂ എന്താ? 0.693 ഡിവൈഡഡ് ബൈ T½ ആണ്. ദാറ്റ് ഈസ് 0.693 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അത് നമ്മളിവിടെ കൊണ്ട് കൊടുത്തു നോക്കാവേ. K 0.693 ഡിവൈഡഡ് ബൈ 10 ഓർ നമുക്ക് T എടുക്കാം. അതിൽ നിന്ന് T is equal to 2.303 by 0.693 by 10 into 10 log initial concentration 50 ഫൈനൽ 2.5 ആണ് അല്ലേ. ശരി, ഇനി നമുക്ക് സോൾവ് ചെയ്യുമ്പം ഇത് രണ്ടും കട്ടായി പോയിട്ട് ഇവിടെ ഒരു 0.3 മിച്ചം വരും അല്ലേ. സോ 10/0.3 ലോഗ് ഇത് എന്താ 500/25 എന്ന് എടുക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് 5 വരും. ആൻഡ് 100/5 എന്ന് പറയുന്നത് 20 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10/0.3 ഇൻറ്റു ലോഗ് 2 ആണത്. ലോഗ് 20 എന്ന് പറയുമ്പം 1.3010 വരും. അപ്പോൾ ഇവിടെ 3010 ആണ്. അപ്പം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 0.3 ഞാൻ ഷോർട്ടാക്കിയതാ 3010 എന്നാണ് അവർ തന്നേക്കുന്ന പോലെ എഴുതിയേക്കാം. ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 10 വെച്ച് മൾട്ടിപ്ലൈ 13.010 ബൈ 0.3010 എന്ന് വരും. നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 10 ഇൻറ്റു 13010 ബൈ 3010 എന്ന് മാറ്റി എഴുതാം അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? 130100 ഡിവൈഡഡ് ബൈ 3010 എന്ന് വരും. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 43.22 സംതിങ് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 43 എന്നാണ് എൻ ടി എയുടെ ആൻസർ. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരിക്കലും ഓർഡർ കണ്ടുപിടിക്കൽ ഭയങ്കര പാടാണ് അല്ലേ. ശരിക്കും കണ്ടുപിടിക്കൽ പാടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ലൈഫ് വെച്ചോണ്ട് ഇത് ഇങ്ങനെ എടുക്കാം എന്നുള്ളൂ. ലോഗൊക്കെ തന്നിരിക്കുന്നുണ്ട്, അങ്ങനെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 72.2% W/V solution of NaOH is measured to have resistivity 870 milliohm meter. Milliohm meter. Then the molar conductivity of the solution. നിങ്ങൾക്കറിയാം molar conductivity lambda m is equal to kappa by c. അവർ ചോദിച്ചേക്കുന്ന മില്ലി സീമൻ ഡെസിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിലാണ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിച്ച് പറയണേ. അവർ ചോദിച്ചേക്കുന്ന മില്ലി സീമൻസ് ഡെസിമീറ്റർ എന്ന് വെച്ചാൽ 10⁻². നമുക്കതെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് എഴുതി നോക്കാവേ. മില്ലി എന്ന് വെച്ചാൽ 10⁻³ സീമൻ, ഡെസി എന്ന് വെച്ചാൽ 10⁻1 മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ്. നമ്മളിതിനൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 10⁻5 അല്ലേ സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് കിട്ടിയല്ലോ. ഇനി പറഞ്ഞേ സീമൻ മീറ്റർ സ്ക്വയറിലാണ് വേണ്ടെങ്കിൽ ഇവിടെ ഒരു 10⁻³ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു കാപ്പ വാല്യൂ നമുക്കറിയില്ല അല്ലേ. അതിന് പകരം അവർ തന്നേക്കുന്ന റോയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു 870 ഇൻറ്റു 10⁻³ ഓം മീറ്റർ ആണ്. അപ്പോൾ കാപ്പ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/870 ഇൻറ്റു 10⁻³ സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാപ്പയ്ക്ക് പകരം ഇത് കൊടുക്കാം 1/870 ഇൻറ്റു 10⁻³
ഇൻറ്റു ഒരു 10⁻³ കൂടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ വേണം. അവർ തന്നേക്കുന്ന 0.2% വെയിറ്റ് ബൈ വോളിയം സൊല്യൂഷൻ ഓഫ് NaOH. നമ്മളതിനെ കോൺസെൻട്രേഷനിലേക്ക് മാറ്റണം. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം. ഗിവൺ മാസ് 0.2 ആണ്, ബൈ മോളാർ മാസ് 40 ആണ്, വോളിയം 100 ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 10 കിട്ടും. സോ 2/40 എന്ന് വരും. സോ ദാറ്റ് ഈസ് 1/20 ആണ്. എന്ന് വെച്ചാൽ 0.05 ആണ്. സോ 0.05 എന്ന് വരും. ഇനി നമ്മളിത് സോൾവ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. സോ 1/870 ഇൻറ്റു 0.05 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 870 ഇൻറ്റു 5 എന്ന് വരും. ഒരു 0 വെച്ച് കട്ടായി. 10/87 ഇൻറ്റു 5 എന്ന് വരും. ഇത് 2 വരും. സോ 2/87 എന്ന് വരും. നമ്മൾ 2/87 ചെയ്യുവാണ്. 2 ഡിവൈഡഡ് ബൈ 87 0.0 അല്ലേ. ഒരു 2 14 1 16 17 174 26 വരും. വീണ്ടും ഒരു 2 സംതിങ് വരും. 174 6 പോയി 15 8 86 കഷ്ടി. അപ്പോൾ ഒരു 9 ടൈംസ് ഒക്കെ വരുമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 0.0229 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. കിട്ടിയ ആൻസർ അത്രയും സീമൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ് കിട്ടിയത്. ഇനി അവർ പറഞ്ഞേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഡാഷ് ഇൻറ്റു 10² ഇൻറ്റു, ഞാനിതിന് ഇങ്ങനെ എഴുതുവാണ്, 10⁻⁻5 സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ്. ഇനി നമ്മൾ ആ 2 യൂണിറ്റും കൂടെ ഒന്ന് ഇതാക്കണം അല്ലേ. എക്സ് ഇൻറ്റു ഇത്രയുമാണ്, ഇത് രണ്ടും കോമൺ ആയത്. അപ്പം ഞാനിങ്ങനെ എഴുതും, എക്സ് ഇൻറ്റു 10⁻³ എന്ന് പറയുന്നതാണ് 0.0229. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.0229 ബൈ അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ വരും. ദാറ്റ് ഈസ് 22.9, അപ്രോക്സിമേറ്റ്ലി 23. യെസ്, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഒന്ന് ശരിയാക്കി എടുത്തോണം കേട്ടോ. 73 നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ആൽക്കൈൽ ബ്രോമൈഡ് ആണ്. ആൽക്കഹോളിക് KOH എന്ന് പറയുന്ന ബീറ്റ എലിമിനേഷൻ ആണല്ലോ. അപ്പോൾ ബീറ്റ എലിമിനേഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇത് ആൽഫയാണ്, ഇത് β1 ആണ്, ഇത് β2 ആണ്. സേറ്റ്സ് ഓഫ് അനുസരിച്ച് ഇതാണ് പ്രിഫേർഡ്. നിങ്ങൾക്കറിയാം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ആണ് മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുന്ന ഇതായിരിക്കും. പിന്നെ അതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുമ്പം ഇവിടെ എവിടെയും വരും അല്ലേ. ബ്രോമിനേഷൻ എന്ന് പറയുന്ന ആൻറ്റി അഡീഷൻ ആണല്ലോ. സോ ആൻറ്റി അഡീഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ടിൽ ഒരു ബ്രോമിൻ മേളിലേക്കും ഒരു ബ്രോമിൻ താഴേക്കും വന്നു വിചാരിച്ചോ. Then consider the above sequence of reaction. 151 gram of 2-bromopentane is made to react. അപ്പോൾ ഇവിടെ നിങ്ങൾ 151 gram എടുത്ത് yield of major product P എന്ന് പറയുന്നത് 80%, whereas Q is 100%. മാസ് ഓഫ് Q. ശരി, ഇനി നിങ്ങൾ ഇതിൽ നോക്കി പറയണേ, ഈ റിയാക്ഷൻ നടക്കുമ്പോഴേ ഇതിൻ്റെ മോളാർ മാസ് പറഞ്ഞ് ഇത് എന്നായിരുന്നു, 2-bromopentane ആണ് അല്ലേ. 2-bromopentane എന്ന് പറയുമ്പോൾ CH3 CH2 CH2 CHBr CH3. ഇവ പെൻറ്റേൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം, 3 2 5 2 7 3 10 1 11 ഹൈഡ്രജനും ഒരു ബ്രോമിനും വരും. അപ്പോൾ 12 5 60 വരും, 11 71 വരും, പ്ലസ് 80 151 ഗ്രാം. അപ്പോൾ 1 മോള് അല്ലേ. അപ്പോൾ അവർ 1 മോളാ തന്നെ കേട്ടോ. അപ്പം 151 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോള. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 1 മോൾ പ്രൊഡക്റ്റ് കിട്ടണം. പക്ഷെ അവർ പറയുന്നത് 1 മോളിൻ്റെ 80% കിട്ടിയുള്ളൂ. അപ്പോൾ 0.8 മോളെ കിട്ടിയുള്ളൂ. ശരി, ഇനി മറ്റേ റിയാക്ഷൻ നടക്കുമ്പോൾ 100 കിട്ടി. അപ്പോൾ 0.8 മോളിൽ നിന്നും 0.8 മോൾ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് മീനിങ്. ശരി, ഇനി അതിൻ്റെ മാസാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മോളാർ മാസ് പറ. മൊത്തം 5 കാർബൺ, 3 2 5 1 6 1 7 3 10 ഹൈഡ്രജനും 2 ബ്രോമിനും വരും. അപ്പം നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി, ഇത് C5H11Br. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറച്ചിട്ട് ഒരു ബ്രോമിൻ കയറ്റിയാൽ മതി. അപ്പം 151 - 1 150 പ്ലസ് ഒരു 80 കയറ്റി കഴിഞ്ഞാൽ 230 എന്ന് കിട്ടും. ഇനി അവർ ചോദിച്ചേക്കുന്നത് എന്നാ, ദി മാസ് ഓഫ് ദി പ്രോഡക്റ്റ് Q ഒബ്റ്റെയിൻ ദീസ് എന്നാണ്. അപ്പോൾ പറഞ്ഞേ നമ്പർ ഓഫ് മോൾസും മോളാർ മാസ് വൈ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. 0.8 × 230 വിച്ച് ഈസ് 8 × 23 വരും.
24 2 16 2 18 184 ഗ്രാം. സോ ആൻസർ 184. കണ്ടോ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ബേസിക് കോൺസെപ്റ്റുമായിട്ട് ക്ലബ് ചെയ്ത് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. When 1 gram each of compound AB and AB2 are dissolved in 15 gram of water separately, they increased the boiling point of water by 2.7 Kelvin and 1.5 Kelvin respectively. The atomic mass of A in AMU is dash into 10 raised to minus 1. അപ്പോൾ നമുക്കിത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. സോ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 ആണ് ഫൈനൽ ഇക്വേഷൻ. ഈ ഇവിടെ ഐയുടെ വാല്യൂ നിങ്ങൾ ഇവിടെ 1 എന്ന് എടുത്താൽ മതി. കാരണം അത് ഏത് ഇലക്ട്രോലൈറ്റ് ആണോ അങ്ങനെ ഒന്നും അവർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വേറെ ഡേറ്റ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ നോൺ ഇലക്ട്രോലൈറ്റായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങ് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ എ ബി ആണ് ചെയ്യുന്നത്. എ ബി ചെയ്യുന്ന സമയത്ത് എ ബിയുടെ ഡേറ്റ കൊടുക്കുമ്പം ഡെൽറ്റ ടി എഫ് എത്ര 2.7 കെൽവിൻ ആണ്. ഐ വാല്യൂ 1, കെ ബി 0.5 എന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് W2 1 ഗ്രാം ഇടാൻ പറഞ്ഞു. 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എ ബി നമുക്കറിയില്ല ഇൻറ്റു വെയ്റ്റ് ഓഫ് വാട്ടർ 15. സോ ഇതിൽ മോളാർ മാസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 0.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 2.7 ഇൻറ്റു 15 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 15 വരും. സോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 3 വരും അല്ലേ. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 3 എന്ന് പറയുമ്പം നമുക്ക് 21 2 8 81 വരും. സോ ദിസ് ഇസ് 1000 ബൈ 81. സോ നമുക്ക് 100 ബൈ 81 ചെയ്താൽ 1 ടൈംസ് ആണ് 81 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 19 വരും. 0 ഇട്ടു 1 പോയിൻ്റ് ഒരു 2 ടൈംസ് വരുമായിരിക്കും. 2 162 വരും. 8 വരും. 6 7 8 2 28 വരും. സോ വീണ്ടും ഒരു 3 8 24 3 വരുമായിരിക്കും. 3 24 വരും. സോ ദിസ് ഇസ് 7. 7 4 പോയാൽ 3 വരും. 0 370 വരും. ഒരു 4 5 വരില്ല, 4 വെല്ലം വരുമായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു 0 കൂടെ ഉണ്ട്. 12.34 എന്ന് കിട്ടി. സോ ഇതവിടെ നിൽക്കട്ടെ. മോളാർ മാസ് ഓഫ് എ ബി നമുക്ക് 12.34 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ AB2 ചെയ്ത് വരുമ്പം 1.5 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 0.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1. മോളാർ മാസ് ഓഫ് AB2 ഇൻറ്റു 15 വരും. സോ മോളാർ മാസ് ഓഫ് AB2 ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഡെസിമൽ മാറ്റി എഴുതാവേ, 0.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 15 ആണല്ലോ, ഈക്വൽ ടു 5 ഇൻറ്റു 1000 ബൈ 15 ഇൻറ്റു 15 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. പിന്നെ ഇത് നമുക്ക് 2 വെച്ച് മീൻസ് 5 വെച്ച് കട്ട് ചെയ്താൽ 3 വരും. ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 200 വരും. സോ ദിസ് ഇസ് 200 ബൈ 9 വരും അല്ലേ. അപ്പോൾ 200 ബൈ 9 എന്ന് പറയുമ്പം 9 2 18 2 0 9 2 18 2 0 2 18 ഇപ്പം 22.22 എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 പേരുടെ മോളാർ മാസം കിട്ടി. ഇനിയാണ് കളി. പറഞ്ഞേ, എയുടെയും ബിയുടെയും അറ്റോമിക് മാസുകളുടെ സമ്മാണ് 12.34 എങ്കിൽ എയുടെയും 2 ബിയുടെയും സമ്മാണ് 22.22 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് 2ഉം കൊടുത്ത് 2ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് 2b മൈനസ് ബി എന്നും 22.22 മൈനസ് 12.34 നമ്മൾ അല്ലേ 8 ഇവിടെ 11 3 8 വരും. 8ഉം 3ഉം 11. പിന്നെ 1 11 9 2 11 9.88 എന്ന് കിട്ടി. ഇത് നമ്മൾ കൊണ്ടുപോയി നേരെ എയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞേ എ ഇസ് ഈക്വൽ ടു 12.34 മൈനസ് 9.88 എന്ന് വരും. സോ ദിസ് ഇസ് 8ഉം 6ഉം 14 8ഉം 4ഉം 12 പിന്നെ 9ഉം 2ഉം 11 അപ്പോൾ നമുക്കിവിടെ 2.46 എന്ന് കിട്ടും. അവർ ഡാഷ് ഇൻറ്റു 10 raised to minus 1 എന്ന് പറഞ്ഞു. ഞാനിതിനെ 24.6 ഇൻറ്റു 10 raised to minus 1 ആക്കി. അപ്പോൾ ആൻസർ 24.6 നിയറസ്റ്റ് ഇൻറ്റീജർ ആകുമ്പോൾ 25. സോ 24.6 ക്യാൻ ബി റൗണ്ടഡ് ഓഫ് ടു 25. സോ ആൻസർ 25. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
നോക്കണേ. The spin-only magnetic moment value of Mn plus ion formed among nickel, zinc, manganese and copper that has the least enthalpy of atomization is. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ സിങ്കിനാണ്. കാരണം സിങ്കിന് ബോണ്ടിങ് സ്ട്രെങ്ത് ഭയങ്കര കുറവാണ്. സിങ്കിൻ്റെ വാലൻസ് ഷെല്ലുകൾ ക്ലോസ് ആണ്. അപ്പം ഏകദേശം ഒരു 136 സംതിങ് ആണ് അയാളുടെ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഏറ്റവും കുറവാണ്. ഇനി അവർ ചോദിച്ചേക്കുന്ന സ്പിൻ-only മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് Mn പ്ലസ് അയോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഏറ്റവും കുറവുള്ളത് അല്ലേ. സോ ഹിയർ N ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഡയാമാഗ്നറ്റിക് കോംപ്ലക്സസ് എമംഗ്. അപ്പോൾ ആ N എന്ന് പറയുന്ന ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് എടുക്കുകയും വേണം. അപ്പോൾ നോക്കിയേ, ഇതിൽ K2NiCl4 നിക്കൽ 2+ ആണ്. ഇതിൽ നിക്കൽ 2+ എന്ന് പറയുന്ന D8 സിസ്റ്റമാണ്. D8 എന്ന് പറയുമ്പോൾ നമുക്ക് കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് 4 1 2 3 4 5 6 7 8 ആണ്. പക്ഷേ ഇത് വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ കിടക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം പാരാമാഗ്നറ്റിക് ആണ്. അടുത്ത Zn ഇതിൽ നോക്കുമ്പം Zn2+ ആണ് ഇതിൽ. അപ്പോൾ ഇതിനകത്ത് സിങ്കിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D10 ആണ്. സോ ദിസ് ഇസ് ഡയാമാഗ്നറ്റിക് കിട്ടി. ഇനി ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. മാംഗനീസ് +3 എന്ന് പറയുന്നത് D4 ആണ്. അപ്പോൾ നമ്മൾ T2Gg എഴുതുമ്പോൾ 1 2 3 4 കിട്ടും. ഇവിടെ ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഇത് ആൻസർ അല്ല. അതുപോലെ CuPpH3i എന്ന് പറയുമ്പം ഇത് ന്യൂട്രലിക്കാൻഡ് ആണ്. ഇത് -1 ആണ്. കോപ്പർ +1 ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ D10 സിസ്റ്റം ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇവിടെ നമ്പർ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡയാമാഗ്നറ്റിക്. സോ N ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് Zn2+ എന്നല്ലേ ചോദ്യം. അതിൻ്റെ വാല്യൂ എത്രയാണ്? 0. കാരണം ഇതിൻ്റെ കോൺഫിഗറേഷൻ 3D10 ആണ്. ആൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സ്പിൻ-only മാഗ്നറ്റിക് മൊമെൻറ്റ് റൂട്ട് ഓഫ് N × N+2 ബോർ മാഗ്നറ്റോൺ ആണ്. Nൻ്റെ വാല്യൂ 0 ആണല്ലോ. സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 0. സോ മ്യൂ സ്പിൻ വാല്യൂ ഇസ് അഗൈൻ ഈക്വൽ ടു 0. സോ ദി ആൻസർ ഈസ് 0. ഓക്കെ, നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ രീതികളും ക്വസ്റ്റ്യൻ്റെ രീതികളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രി പ്ലസ് ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇത് ഓർഗാനിക് ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ ആണ്. ഇത് നമ്മുടെ ബോണ്ടിങ് ആണ്, കെമിക്കൽ ബോണ്ടിങ്. ആൻഡ് ദിസ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് നമ്മളുടെ നെയിമിംഗ് ചാപ്റ്റർ ആണ്. ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റം. And this is coordination complexes, and this is carboxylic acid or aldehyde, whatever you can call. Then അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇത് പ്യൂരിഫിക്കേഷൻ. അഗെയിൻ പ്യൂരിഫിക്കേഷനിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ജനറൽ തെർമോഡൈനാമിക്കൽ പ്രോസസ്സാണ്. അത് നമ്മൾ കുറച്ച് ഒരു ഐഡിയ നമ്മൾ ചിലപ്പോൾ ഓർക്കണ്ടാവില്ലായിരിക്കും. പിന്നെ ഇത് തെർമോഡൈനാമിക്സ് ആണ്. ഇത് നമുക്ക് കൈനറ്റിക്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇത് P ബ്ലോക്കാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിൽ റിയാക്ഷൻ ഹാലോ ആൽക്കെയിൻസ്, ഹാലോരീൻസ്, ആൽക്കഹോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ചാപ്റ്ററാണ്. ഇത് നമ്മളുടെ തെർമോഡൈനാമിക് ചാപ്റ്ററാണ്. ഇത് ബയോമോളിക്യൂൾസ്. ആൻഡ് ദിസ് ഇസ് ഫ്രം പ്യൂരിഫിക്കേഷൻ. കണ്ടോ, പ്യൂരിഫിക്കേഷൻ 3 ക്വസ്റ്റ്യൻ ചോദിച്ചേ. പിന്നെ സെക്ഷൻ ബിയിൽ ഇത് ഫ്രം കൈനറ്റിക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് ബേസിക് കോൺസെപ്റ്റ് പ്ലസ് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ആൻഡ് ദിസ് ഇസ് ഓർഗാനിക് പ്ലസ് ബേസിക് കോൺസെപ്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് സൊല്യൂഷൻ ചാപ്റ്റർ ആണ്. ആൻഡ് ഫൈനലി ദിസ് ഇസ് D&F ബ്ലോക്ക് എലോങ് വിത്ത് കോർഡിനേഷൻ കോംപ്ലക്സസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. April 2 മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും. ഇനി നമുക്ക് സമയം കിട്ടുന്ന പോലെ ചാപ്റ്റർ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അലൗട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.